റീജിയണൽ ബാങ്കിംഗ് സ്റ്റോക്കുകളിലും ടെക് സ്റ്റോക്കുകളിലും ഹെവി സെല്ലിംഗ് വന്നതുമൂലം കഴിഞ്ഞ ദിവസം അമേരിക്കൻ ഇൻഡെക്സ് ഇടിഞ്ഞു. നാസ്ഡാക്ക് 3.64%, S&P 2.32%, ഡോ ജോൺസ് 1.02%മാണ് ഇടിഞ്ഞത്. യൂറോപ്യൻ ഇൻഡിസസുകളും കഴിഞ്ഞ ദിവസം ഫ്ലാറ്റ് നെഗറ്റീവ് ക്ലോസിംഗ് ആണ് നൽകിയത്. ഡാക്സ് 0.93%, CSE 1.13%, ഫഡ്സെ 0.17%വും ഇടിഞ്ഞു. ഗ്ലോബൽ മാർക്കറ്റിൽ സെല്ലിംഗ് പ്രഷർ വന്നതുമൂലം ഇന്നത്തെ ദിവസം നിഫ്റ്റി ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗിൻ്റെ സൂചനകളാണ് നൽകുന്നത്. അമേരിക്കൻ ടെക് സ്റ്റോക്കുകളായ ആൽഫബറ്റ്, ടെസ്ല, എൻവിഡിയ, മെറ്റ പ്ലാറ്റ്ഫോം, മൈക്രോസോഫ്റ്റ് തുടങ്ങിയ സ്റ്റോക്കുകളിലാണ് കഴിഞ്ഞ ദിവസം സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിച്ചത്. ആൽഫബറ്റിൻ്റെ യൂട്യൂബ് അഡ്വർടൈസിംഗ് റവന്യൂ മാർക്കറ്റ് എസ്റ്റിമേഷനേക്കാൾ താഴ്ന്ന ലെവലിൽ വന്നതും ടെസ്ലയുടെ ക്വാർട്ടർലി റിസൾട്ട് ഇടിഞ്ഞതും ടെസ്ലയുടെ ക്വാർട്ടർലി റിസൾട്ട് മാർക്കറ്റ് പ്രതീക്ഷിച്ചതിനേക്കാൾ മോശമായതും ഇയർ ഓൺ ഇയറിൽ ഓട്ടോ സെഗ്മെൻറ്റിൽ നിന്നുള്ള റവന്യൂ ഡ്രോപ്പ് ആയതിൻ്റെയും പശ്ചാത്തലത്തിൽ ആൽഫബറ്റ്, ടെസ്ല തുടങ്ങിയ സ്റ്റോക്കുകളിൽ ഇടിവ് പ്രകടമായിരുന്നു. ആൽഫബറ്റ് 5% ഇടിഞ്ഞപ്പോൾ ടെസ്ല 12.3%മാണ് ഇടിഞ്ഞത്. ഇവിടെ ടെക് സ്റ്റോക്കുകളിൽ മാത്രമല്ല മറിച്ച് ചില എക്കണോമിക് ഡേറ്റകളും അമേരിക്കൻ മാർക്കറ്റിലെ സെല്ലിംഗ് പ്രഷറിന് പിന്നിലെ പ്രധാന കാരണമായി മാറിയിട്ടുണ്ട്. അമേരിക്കയുടെ മാനുഫാക്ചറിംഗ് ഔട്ട്പുട്ട് ഇൻഡെക്സ് 51.5% പ്രതീക്ഷിച്ചെടുത്ത് 49.5%ത്തിലേക്ക് ഇടിഞ്ഞിട്ടുണ്ട്. മാനുഫാക്ചറിംഗ് ഇൻഡെക്സിൽ അൺഎക്സ്പെക്റ്റഡ് കോൺട്രാക്ഷനാണ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തത്. ഇതിൻ്റെ ഇമ്പാക്റ്റും മാർക്കറ്റിൽ പ്രകടമായി. ഇനി ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ വരാൻ സാധ്യതയുള്ള ചില സ്റ്റോക്കുകളിലേക്ക് കടക്കാം. ഒന്നാമത്തെ സ്റ്റോക്ക് RVNL കഴിഞ്ഞ ദിവസം 0.3% ഉയർന്ന് 592 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. 1.24 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 78.48, 52 വീക്ക് ഹൈ 647, 52 വീക്കിലോ 119. RVNL എന്ന കമ്പനി കഴിഞ്ഞ ദിവസം മാർക്കറ്റ് അവറിന് ശേഷം പുറത്തുവിട്ട എക്സ്ചേഞ്ച് നോട്ടിഫിക്കേഷൻ പ്രകാരം കമ്പനിക്ക് 192 കോടി രൂപയുടെ ഒരു ഫ്രഷ് ഓർഡർ ലഭിച്ചിട്ടുണ്ട്. 132 kV ട്രാക്ഷൻ സബ്സ്റ്റേഷൻ സപ്ലൈ ചെയ്യുന്നതിനാവശ്യമായ ഓർഡറാണ് കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നത്. ഈ ഓർഡർ സൗത്ത് ഈസ്റ്റേൺ റെയിൽവേയിൽ നിന്നാണ് ലഭിച്ചിരിക്കുന്നത്. RVNLൻ്റെ കഴിഞ്ഞ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റിൽ 33%, റവന്യൂവിൽ 17.38% വർധനവുണ്ടായിരുന്നു. തുടർച്ചയായി ഓർഡറുകൾ ലഭിക്കുന്നതിൻ്റെ ഇമ്പാക്റ്റ് RVNL എന്ന സ്റ്റോക്കിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ടെക്നിക്കലി സ്റ്റോക്ക് വീണ്ടും ഹയർ സൈഡിലേക്ക് നീങ്ങാനും ബ്രേക്കൗട്ട് വരാനുമുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇനി കഴിഞ്ഞ ദിവസം മാർക്കറ്റ് അവറിന് ശേഷം ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവിട്ട ചില സ്റ്റോക്കുകളുടെ ക്വാർട്ടർലി റിസൾട്ട് പരിശോധിക്കാം. ആക്സിസ് ബാങ്കിൻ്റെ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം 12% വർദ്ധിച്ച് 11,959 കോടിയിൽ നിന്നും 13,448 കോടിയിലേക്ക് എത്തി. ആക്സിസ് ബാങ്കിൻ്റെ നെറ്റ് പ്രോഫിറ്റ് ഇയർ ഓൺ ഇയറിൽ 4% വർദ്ധിച്ച് 5,797 കോടിയിൽ നിന്നും 6,035 കോടിയിലേക്ക് എത്തി. ക്വാർട്ടർ ടു ക്വാർട്ടർ നോക്കുകയാണെങ്കിൽ ആക്സിസ് ബാങ്കിൻ്റെ നെറ്റ് പ്രോഫിറ്റ് ഇടിഞ്ഞിട്ടുണ്ട്. കൂടാതെ ആക്സിസ് ബാങ്കിൻ്റെ NPA 1.4%-ൽ നിന്നും 1.5%ത്തിലേക്ക് ഉയരുകയും നെറ്റ് NPA 0.31%-ൽ നിന്നും 0.34%ത്തിലേക്ക് ഉയരുകയും ചെയ്തു. ഗ്രോസ് NPAയും നെറ്റ് NPAയും ഉയരുന്നത് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന നെഗറ്റീവ് അപ്ഡേറ്റാണ്. L&Tയുടെ ക്വാർട്ടർലി റിസൾട്ട് മികച്ചതാണ്. മാർക്കറ്റ് എക്സ്പെക്റ്റേഷനെ ബീറ്റ് ചെയ്ത ക്വാർട്ടർലി റിസൾട്ട് കമ്പനിക്ക് പുറത്തുവിടാൻ സാധിച്ചു. L&Tയുടെ നെറ്റ് പ്രോഫിറ്റ് ഇയർ ഓൺ ഇയറിൽ 10.4% വർദ്ധിച്ച് 3,116 കോടിയിൽ നിന്നും 3,440 കോടിയിലേക്ക് എത്തി. 2,639 കോടിയുടെ പ്രോഫിറ്റാണ് മാർക്കറ്റ് പ്രതീക്ഷിച്ചത്. റവന്യൂ 15% വർദ്ധിച്ച് 47,882 കോടിയിൽ നിന്നും 55,120 കോടിയിലേക്ക് എത്തി. 53,601 കോടിയുടെ റവന്യൂ പ്രതീക്ഷിച്ചു. ഇൻ ടേംസ് ഓഫ് റവന്യൂവിലും കമ്പനി മാർക്കറ്റ് എസ്റ്റിമേഷനെ മീറ്റ് ചെയ്തു. എബിറ്റ 15% വർദ്ധിച്ച് 4,867 കോടിയിൽ നിന്നും 5,615 കോടിയിലേക്ക് എത്തുകയും എബിറ്റ മാർജിൻ 10.16%-ൽ നിന്നും 10.20%ത്തിലേക്ക് ഉയരുകയും ചെയ്തു. SBI ലൈഫിൻ്റെ നെറ്റ് പ്രീമിയം ഇൻകം 15.3% വർദ്ധിച്ച് 13,105 കോടിയിൽ നിന്നും 15,106 കോടിയിലേക്ക് എത്തി. നെറ്റ് പ്രോഫിറ്റ് 36% വർദ്ധിച്ച് 381 കോടിയിൽ നിന്നും 520 കോടിയിലേക്ക് എത്തി. JK പേപ്പറിൻ്റെ പ്രോഫിറ്റിൽ 54%-ഓളം ഇടിവ് വന്നു. 313 കോടിയിൽ നിന്നും പ്രോഫിറ്റ് 141 കോടിയിലേക്കാണ് ഇടിഞ്ഞത്. മാർക്കറ്റ് 227 കോടി രൂപയുടെ പ്രോഫിറ്റ് പ്രതീക്ഷിച്ചു. റവന്യൂ 8.2% വർദ്ധിച്ച് 1,584 കോടിയിൽ നിന്നും 1,714 കോടിയിലേക്ക് എത്തി. എബിറ്റയിൽ 41% ഇടിവും എബിറ്റ മാർജിൻ 30%-ൽ നിന്നും 16.4%ത്തിലേക്കും ഇടിഞ്ഞു. DCB ബാങ്കിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം 5.5% വർദ്ധിച്ച് 470 കോടിയിൽ നിന്ന് 496 കോടിയിലേക്ക് എത്തി. ഗ്രോസ് NPA 3.23%-ൽ നിന്നും 3.33%-ത്തിലേക്ക് ഉയരുകയും നെറ്റ് NPA 1.11%-ൽ നിന്നും 1.18%-ത്തിലേക്ക് ഉയരുകയും ചെയ്തു.
ബാങ്കിൻ്റെ നെറ്റ് പ്രോഫിറ്റ് 3.54% വർദ്ധിച്ച് 126 കോടിയിൽ നിന്ന് 131 കോടിയിലേക്ക് എത്തി. 144 കോടി രൂപയുടെ പ്രോഫിറ്റാണ് പ്രതീക്ഷിച്ചത്. DCB ബാങ്കിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് അത്ര മികച്ചതല്ല. സോന BLWവിൻ്റെ അല്ലെങ്കിൽ സോന കോംസ്റ്റാറിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ നെറ്റ് പ്രോഫിറ്റ് 26% വർദ്ധിച്ച് 112 കോടിയിൽ നിന്നും 142 കോടിയിലേക്ക് എത്തി. 139 കോടിയുടെ നെറ്റ് പ്രോഫിറ്റാണ് മാർക്കറ്റ് പ്രതീക്ഷിച്ചത്. റവന്യൂ 21% വർദ്ധിച്ച് 731 കോടിയിൽ നിന്നും 891 കോടിയിലേക്ക് എത്തി. 889 കോടി രൂപയുടെ റവന്യൂ മാർക്കറ്റ് പ്രതീക്ഷിച്ചു. എബിറ്റ 23% വർദ്ധിച്ച് 202 കോടിയിൽ നിന്നും 249 കോടിയിലേക്ക് എത്തി. 245 കോടിയുടെ എബിറ്റ മാർക്കറ്റ് പ്രതീക്ഷിച്ചു. എബിറ്റ മാർജിൻ 27.7% നിന്നും 28.8% ഉയർന്നിട്ടുണ്ട്. സോന BLWവിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് മാർക്കറ്റ് എസ്റ്റിമേഷനെ മീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ക്വാർട്ടർലി റിസൾട്ടാണ്. IEXൻ്റെ ടോട്ടൽ ഇൻകം 21% വർദ്ധിച്ച് 127 കോടിയിൽ നിന്ന് 184 കോടിയിലേക്ക് എത്തി. 126 കോടി രൂപയുടെ ഇൻകം പ്രതീക്ഷിച്ചെടുത്താണ് 184 കോടി രൂപയുടെ ഇൻകം കമ്പനി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നെറ്റ് പ്രോഫിറ്റ് 26% വർദ്ധിച്ച് 76 കോടിയിൽ നിന്ന് 96 കോടിയിലേക്ക് എത്തി. 93 കോടി രൂപയുടെ നെറ്റ് പ്രോഫിറ്റാണ് പ്രതീക്ഷിച്ചത്. IEXൻ്റെ ക്വാർട്ടർലി റിസൾട്ട് മികച്ചതാണ്. സ്റ്റോക്കിൽ പോസിറ്റീവ് ആക്ഷൻ പ്രതീക്ഷിക്കാവുന്നതാണ്. CMS ഇൻഫോസിസ്റ്റം അല്ലെങ്കിൽ മാപ്മൈ ഇന്ത്യയുടെ നെറ്റ് പ്രോഫിറ്റ് 8% വർദ്ധിച്ച് 84 കോടിയിൽ നിന്നും 91 കോടിയിലേക്ക് എത്തി. റവന്യൂ 17% വർദ്ധിച്ച് 512 കോടിയിൽ നിന്നും 519 കോടിയിലേക്ക് എത്തുകയും എബിറ്റ 3% വർദ്ധിച്ച് 148 കോടിയിൽ നിന്നും 142 കോടിയിലേക്കും എബിറ്റ മാർജിൻ 28.9% നിന്നും 25.4% ഉയരുകയും ചെയ്തു. മാർക്കറ്റ് എക്സ്പെക്റ്റേഷനുമായി ഇൻലൈൻ ആകുന്ന രീതിയിലുള്ള ഒരു ക്വാർട്ടർലി റിസൾട്ടാണ് മാപ്മൈ ഇന്ത്യ അല്ലെങ്കിൽ CMS ഇൻഫോസിസ്റ്റം പുറത്തുവിട്ടിരിക്കുന്നത്. ഇന്ദ്രപ്രസ്ഥ ഗ്യാസ് ലിമിറ്റഡിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ നെറ്റ് പ്രോഫിറ്റ് 10% വർദ്ധിച്ച് 433 കോടിയിൽ നിന്നും 480 കോടിയിലേക്ക് ഉയർന്നെങ്കിലും റവന്യൂ 2% ഇടിഞ്ഞു. 3597 കോടിയിൽ നിന്നും 3521 കോടിയിലേക്കാണ് റവന്യൂ ഇടിഞ്ഞിരിക്കുന്നത്. എബിറ്റ 11% വർദ്ധിച്ച് 521 കോടിയിൽ നിന്നും 580 കോടിയിലേക്ക് എത്തുകയും എബിറ്റ മാർജിൻ 14.5% നിന്നും 16.5% ഉയരുകയും ചെയ്തു. SBI UK ഫോറിൻ കോമൺവെൽത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫീസുമായി ചേർന്ന് 750 മില്യൺ യൂറോയുടെ ഒരു നോൺ ബൈൻഡിംഗ് ഇൻവെസ്റ്റ്മെൻറ്റിന് ഒപ്പുവെച്ചിട്ടുണ്ട്. BSE എന്ന കമ്പനിക്ക് റിസർച്ച് അനലിസ്റ്റ്, ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസർ, അഡ്മിനിസ്ട്രേഷൻ ബോഡി തുടങ്ങിയ ലെവലുകളിൽ പ്രവർത്തിക്കുന്നതിന് വേണ്ടി സെബിയുടെ സൈഡിൽ നിന്നും അപ്രൂവൽ ലഭിച്ചു. RBL ബാങ്കിൻ്റെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഈ കമ്പനിയിലെ 7.9% സ്റ്റേക്കുകൾ ഇന്ന് ഓപ്പൺ മാർക്കറ്റ് ട്രാൻസാക്ഷൻ വഴി സെൽ ചെയ്യും എന്നറിയിപ്പിച്ചിട്ടുണ്ട്. 226 രൂപ പെർ ഷെയർ എന്ന റേറ്റിലുള്ള ഫ്ലോർ പ്രൈസിലായിരിക്കും FIS RBLൻ്റെ സ്റ്റേക്ക് സെൽ ചെയ്യുന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.